അപ്പം നമ്മളിത് 4 മണി കാപ്പി കഴിഞ്ഞ് ബോട്ടിങ്ങിന് പോവാണ്. ഞാനും അങ്ങോട്ട് വരാം. എതുക്കടെ ഇത് കയറണേ? അതെ, അടുത്ത ആളും കയറുന്നുണ്ടല്ലോ. എന്റെ അമ്മ എക്കടെയാണ് കയറണേ. എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. ഡാഡി മമ്മി എല്ലാരും നോക്കിയേ. അപ്പോൾ അതേ കായലിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ബോട്ടിൻ്റെ മണ്ടേ കയറി ഇരിക്കുകയാണ്. നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയിൽ ഓണർ ഹോംമിസ് ചേട്ടനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. എനിവേ നമുക്ക് ഇങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ ആ യാത്രയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുടിയൊക്കെ പറത്തി ഇങ്ങനെ കളിക്കുകയാണ്. നല്ലൊരു സെൽഫി എടുക്കാനുള്ളത് തത്രപ്പാടിലാണ്. സെൽഫി എടുത്തെടുത്ത് താഴെ പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്നാലും എനിക്ക് നീന്താനും വലിയ വശമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കിടന്ന് എക്സ്പ്രഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിവേ നന്നായിട്ട് വന്നു. നമ്മുടെ സാംസങ് ഫോണിൽ എടുത്താണ്. അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ യാത്ര. തലയിടിക്കും കായലാണോ കടലാണോ? മമ്മി കുഞ്ഞു കുഞ്ഞു സംശയങ്ങളാണല്ലോ. ആ കാക്കയൊക്കെ ഇരിക്കുന്നല്ലേ? ഏതാറാ? പുളിങ്കുന്നാറ്. ആ ആ അപ്പോൾ ഇനി കുറച്ച് റൊമാൻറ്റിക് റീൽസൊക്കെ കായലിൻ്റെ പശ്ചാത്തലത്തിൽ എടുക്കാനുള്ള ശ്രമമാണ്. മമ്മിയാണ് ക്യാമറ വുമൺ. പക്ഷേ എൻ്റെ കെട്ടിയോൻ നിന്ന് തരുന്നില്ല. ഇടയ്ക്ക് ഓരോ പക്ഷിയെയും കിളിയെയും ഓരോന്നിനെയൊക്കെ കാണുമ്പോൾ അതേ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഓടുവാണ്. കുറച്ച് നേരമൊക്കെ ആൾ ഇരുന്ന് തന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് ഓടുന്നുണ്ട്. ദേ പോണു. അപ്പോൾ എണീറ്റ് ഓടാൻ തുടങ്ങണയാണ്. ഞാൻ പിടിച്ചിരുത്തണയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിയായോ? പോസ് ചെയ്തോ. അപ്പോൾ ഈ കെട്ടിയന്മാരെ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ കിട്ടുന്നത് ഭയങ്കര പണിയാണ് കേട്ടോ. നീർക്കാക്ക മറ്റേ ഇരിക്കുന്നല്ലോ, ചിറക് പിടിച്ച് ഉണങ്ങാതിരിക്കുന്ന. പോസ് ചെയ്തോ. വെള്ളം കിട്ടട്ടെ. സ്റ്റാർട്ട് ചെയ്തോ? അല്ലേ സ്റ്റാർട്ടല്ലേ? കേട്ടോ, ഉണങ്ങാതിരിക്കണ കഴുത്ത് പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൂടുതലും എൻ്റെ ഹസ്ബൻഡിനെ പിടിച്ചിരുത്തുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആൾ ഓടിക്കളയും. കണ്ടോ എണീറ്റ് ഓടുന്നത് കണ്ടോ? ചെയ്യണോ? എങ്ങോട്ട് പോവാണോ? കൂറ്റൻ ചുണ്ടൻ വെള്ളമാണല്ലോ. മമ്മിയുടെ അഭിപ്രായം എന്താ ചുണ്ടൻ വെള്ളത്തെ പറ്റി? ചുണ്ടൻ വെള്ളം പറ്റിയൊക്കെ അങ്ങനെ ആധികാരികമായിട്ട് പറയണത് എനിക്കറിയോ. എന്നാലും കാണുമ്പോ തോന്നുന്ന ചുണ്ടൻ വള്ളംകളി മത്സരത്തിനൊക്കെ ഉപയോഗിക്കണതല്ലേ ചുണ്ടൻ വെള്ളം. വലിപ്പമല്ലേ? ഇതെന്റെ പുറകുവശമായിരിക്കും. മമ്മിക്ക് ഇത് തുഴയാൻ അവസരം കിട്ടിയ ഇല്ല, ഒരിക്കലും ഇല്ല. പേടിയാണോ മമ്മിക്ക്? എനിക്ക് വെള്ളത്തോട് ഇച്ചിരി പേടിയാ. അതല്ലേ മമ്മി ഹൈ റേഞ്ചിൽ നിന്ന് ആയോണ്ടായിരിക്കും. നമുക്കൊക്കെ നമ്മളെല്ലാരും ഞാൻ മമ്മിയൊക്കെ നീന്തുമായിരുന്നു അമ്മ പറഞ്ഞ. ചെറുപ്പത്തിൽ 5 വയസ്സായപ്പോ ഞങ്ങള് ഹൈ റേഞ്ചിന് പോയതല്ലേ. പക്ഷെ മമ്മിക്ക് ഓർമ്മയില്ല മമ്മി നീന്തിയതായിട്ട്. ആ ഓർമ്മയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ വെള്ളമായിട്ട് അങ്ങനെ കോണ്ടാക്ട് പോയി അല്ലേ? കോണ്ടാക്ട് 5 വയസ്സായപ്പോ ഞങ്ങള് പോയതാ. ഡിസംബറിലായിരുന്നു പിന്നെ ഹൈ റേഞ്ചിൽ പോയി സ്കൂളിൽ ചേരുന്നേ. അതെല്ലേ? അത് പന്നകം തോട് എന്ന് പറയുന്നത് വലിയ തോടാ. വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ വെള്ളം റോഡിലൊക്കെ കയറുന്ന റോട്ടിലും മറ്റേ പുരയിടത്തിലൊക്കെ. ആണോ? അന്നേരം നീന്തില്ല കേട്ടോ.
നീന്തലൊന്നും അല്ല, അല്ലാതെ ഉം. ചുമ്മാ ഇങ്ങനെ മുങ്ങാങ്കുഴിയിട്ട് അങ്ങനെയുള്ള ഉടായ്പ നീന്തലല്ലേ? അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മമ്മിക്ക് കയാക്കെ കയറാന്ന് പറഞ്ഞാൽ അത്ത കയറാനും പേടി, എല്ലാത്തിനും പേടിയാ മമ്മിക്ക്. ബോട്ടെ കയറാനും പേടി. അപ്പൊ അമ്മേനെ ചുണ്ടൻവെള്ളത്തിൽ കയറാൻ പോവാൻ നമ്മുടെ പേടി പോവാൻ വേണ്ടിട്ട്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു സൂര്യാസ്തമയം ഞാൻ കലണ്ടറിൻ്റെയൊക്കെ പേജുകളിലുള്ള ഫോട്ടോസിൽ, അതുപോലെ ബുക്കിൻ്റെ കവർ പേജിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. എവിടെയോ കുട്ടനാട് ആലപ്പുഴ ഭാഗത്തൊക്കെ എടുത്ത ഫോട്ടോസ് ആയിരിക്കും മിക്കവാറും. അതൊക്കെ നല്ല ക്ലാരിറ്റിയുള്ള ഫോണിൽ. പക്ഷെ നേരിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇത്രയും ഭംഗിയുള്ളൊരു സൂര്യാസ്തമയം കാണുന്നത് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അതും നല്ല ദൂരെ വരെ നീണ്ടു കിടക്കുന്ന നല്ല കായലും അതിൻ്റെ അപ്പുറത്ത് തെങ്ങുകളും അതിൻ്റെ അപ്പുറത്ത് നല്ല റെഡ് സൂര്യനും കാണാൻ പറ്റി. ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ ഒരു ഈവനിങ്ങിൽ നല്ല രസമുള്ളൊരു ഈവനിങ് ആയിരുന്നു. പോവാണോ? ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം അവിടെ ഒരു 2 മിനിറ്റ്. ആ സൺസെറ്റ് ഒന്ന് എടുക്കാനാ. ഒന്ന് സ്റ്റോപ്പ് ചെയ്യാവോ? ഓരോളക്കം വരുവേ ആ ബോട്ട് പോയതിന്റെ. സൺസെറ്റ് ഇപ്പൊ ആ ബോട്ട് പോയതിന്റെ തിരമാലയില്ലേ, അതെങ്ങനെ ഇളകുന്നേ? എന്റെ മുന്നേ അത്രയും അവിടെ ചെല്ലുമ്പോഴാണ് ആ ബോട്ട് പോയതിന്റെ ആണേ. അപ്പോൾ സൂര്യാസ്തമയം ബാക്ക്ഗ്രൗണ്ടാക്കി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ മമ്മിയും ഡാഡിയും ഞാനും ഒക്കെ ഭയങ്കര ക്യൂവിലാണിത്. ഞാൻ അടുത്ത റീൽസിനുള്ള വകുപ്പ് ഒപ്പിക്കാനുള്ള തത്രപ്പാടിലാണിത്. വിദൂരതയിലേക്ക് നടന്ന് വെള്ളത്തിൽ പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ അവിടെ വരെ നടന്ന് ആണ്ടതേ നല്ല റെഡ് കളറിലുള്ള സൂര്യൻ ബാക്ക്ഗ്രൗണ്ടിൽ. ഇത് പൊളിക്കും കേട്ടോ റീൽസ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ കുറേ വീഡിയോസ് എടുത്തു കൂട്ടി. വാവ്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, ഫെൻറ്റാസ്റ്റിക്. അപ്പോൾ നമ്മളിതേ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞത് തിരിച്ച് പോണ വഴിക്കാണ്. ഈ സൂര്യാസ്തമയം കണ്ണിൽ നിന്ന് ഇങ്ങോട്ട് കളയാൻ മറക്കാൻ പറ്റുന്നില്ല, അത്രയും രസമുണ്ട്. അപ്പോൾ ഇതേ പോണ വഴിക്ക് കുറേ കാഴ്ചകൾ കാണാം. ചെറുവള്ളങ്ങളായിട്ട് കുറേ ഒരു മീൻ പിടിക്കുന്നത് കാണാം. പിന്നെ ഇതേ മോട്ടർ വെച്ച വള്ളം റോക്കറ്റ് പോലെ പോകുന്ന കാണാം വെള്ളത്തിൽ കൂടെ. അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവർക്കൊന്നും വെള്ളമേ പേടിയില്ല, എല്ലാവരും വെള്ളത്തിൽ ജനിച്ച് വളർന്ന ആൾക്കാരല്ല. അതെ പാല് വിൽപ്പന നടത്തുന്ന ചേട്ടൻ ദേ വഞ്ചിയിൽ പോകുന്നു. അതുപോലെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ നമുക്ക് കാണാൻ. ഒരു അടിപൊളി പള്ളി, ഇവിടെ കുറേ പള്ളികളുണ്ട് കേട്ടോ അടുത്തടുത്തടുത്ത്. പിന്നെ ദേ ഒരു നീർക്കാക്ക അവിടെ ഉണങ്ങാനിരിക്കുന്നുണ്ട്. പിന്നെ എന്നാ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതേ ഒരു ചേട്ടൻ മുറ്റത്ത് നിന്നത് ചൂണ്ടയിടുന്നു, അടിപൊളിയാണ്. മമ്മിയെ എടുത്തേ ഞാട്. നമ്മുടെ വൈകുന്നേരത്തുള്ള കറക്കം ബോട്ട് യാത്ര കഴിഞ്ഞു. അപ്പം മെയിൻ വീഡിയോ നമ്മുടെ അയാം പ്രിൻഡോ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണണേ, ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ബൈ.